അപ്പോൾ ഗായ്സ് ഞങ്ങളൊരു മഞ്ഞ് മനുഷ്യനെ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് മഞ്ഞ് മനുഷ്യൻ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഭയങ്കര മഞ്ഞാണ്, ഇത് കണ്ടോ, ആൾക്കാരുടെ കാലൊക്കെ താഴ്ന്നു പോയിട്ടിരിക്കുകയാണ്. നമ്മൾ 2-3 തവണ പോയി, പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ കിട്ടിയില്ല. മുകളിൽ കൂടെ എന്തോ വരുന്നുണ്ട്. അതേ സിപ്പ് ലൈനാണ്. അപ്പോൾ നമ്മുടെ തൊട്ട് മുകളിൽ സിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ. ദേ അടുത്ത് പോണ്. ഇവിടെ എന്തായാലും സംഭവം അടിപൊളിയാണ്. വാ നോക്കി വന്നെ. അമ്മേ കാല് പോയി. ഇതാണ് പറഞ്ഞത്. ഇവിടെ ലൂസായിട്ട് മഞ്ഞ് വീണപടി അതേപോലെ കിടക്കുവാണ്. കണ്ടോ, സംഭവം സെറ്റാണ്. ഇത് മുകളിൽ കൂടെ ആൾക്കാരെല്ലാം സിപ്പ് ലൈനെല്ലാം പാസ് ചെയ്യുന്നുണ്ട്. ഫുൾ സെറ്റാണ്. കണ്ടോ, നോക്ക്. ഹായ് വാ, മഞ്ഞ് മനുഷ്യനും ഉണ്ടാക്കാം. വാ, സ്നോമാൻ ഇവിടെ സെറ്റ് ചെയ്യാം. ഇതല്ലേ ഇവിടെ ഇരുന്നു. അവിടെ നിന്ന് മഞ്ഞെടുത്ത് വന്നിട്ട് അവിടെ ഒരു തടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ആ തടിയിൽ ഇരുന്നിട്ട് അനങ്ങുന്നുണ്ടോ അത്? മഞ്ഞൊന്നും അനങ്ങുന്നില്ല, ഭയങ്കര കട്ടിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഒരു രക്ഷയില്ല, മഞ്ഞ് വാരിയിട്ടേ കിട്ടുന്നില്ല. താഴേന്ന് വാരി ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരേണ്ടി വരും. എന്നാ ഫോൺ പിടിക്കും, ഞാൻ വരാം. താഴേന്ന് വാരിക്കൊണ്ട് വരാം. വേണ്ട, ഇത് പിടിക്കും, ഞാൻ ഉണ്ടാക്കാം. അല്ലെങ്കിൽ പാടണ്ടോ? പിടിക്കും, വീഡിയോ പിടിക്കും. മഞ്ഞെല്ലാം ഭയങ്കര കട്ടിയായിട്ട് ടൈറ്റായിട്ട് കിടക്കുക. വേണ്ട, ഇവിടെ ഫുൾ ഫോട്ടോഗ്രാഫേഴ്സാണ് ഗൈസ്. ഞങ്ങൾ ഇന്നലെ പറ്റിക്കപ്പെട്ടു. ഞങ്ങളോട് 30 rupees പെർ ഫോട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ 30 rupees എന്ന് പറഞ്ഞു, പെർ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എടുത്തു കഴിഞ്ഞപ്പോൾ 67 ഫോട്ടോ × 30. അപ്പോൾ ഞങ്ങൾ കൊടുത്തില്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ മാത്രം എടുത്തിട്ട് ഞങ്ങൾ ഡിലീറ്റ് ചെയ്യിക്കാൻ പറഞ്ഞു. ഫുൾ തട്ടിപ്പാട്. അരുൺ സാറിൻ്റെ സ്നോമാൻ്റെ തല ചെറുതാണോ? ഞാൻ 0.5x എടുത്തതൊന്ന് കാണിച്ചിട്ട് 1x എടുത്ത് ഇങ്ങനെ വരും, 2x എടുത്ത് ഇങ്ങനെ വരും. തലയില്ലാത്ത മഞ്ഞ് മനുഷ്യൻ. കൈ മരയ്ക്കുന്നുണ്ടോ? ഗ്ലൗസ് ഇട്ടുള്ളൊരു പ്രിസിഷൻ കിട്ടുന്നില്ലായിരുന്നു അല്ലേ? ഞാൻ ഇച്ചിരി ബാക്കിലേക്ക് നിൽക്കട്ടെ, വീഡിയോ ഒന്ന് പോസ്റ്റ്. തണുപ്പുണ്ട്, നല്ല കാറ്റാണ്. റൗണ്ടായി വരണേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. ബാറ്ററിയിലോ 20%. ഞാൻ പതുക്കെ സ്റ്റെപ്പുകൾ ഓരോന്നായി വെച്ച് കയറി വരാൻ നോക്കും. അത് കയ്യായിരുന്നോ? കൈ കോലാണ്. കയ്യും കാലും പിറക്കാൻ പോയേക്കാണ്. കമ്പാണ് ഞങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. വരുന്നുണ്ട്. ഇവിടെ കയ്യും കാലും ശേഖരിച്ചുകൊണ്ട് വരുന്നുണ്ട്. എത്തിപ്പോയി. വെച്ചോ കയ്യും കാലും വെച്ചോ. സ്നോമാൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്.
വേണ്ട. ചെവിയല്ല അത്. കൈ മുളച്ചതാണോ? ആ അത് മാറ്റിട്ട് ഒറിജിനൽ കൈ വെക്കും. തണുക്കട് കാറ്റ് വീശിട്ട് കൈ ഏകദേശമായി. കണ്ണാ മൊട്ട് വെച്ചാ മതി. ആ മൂക്ക് അതിന് നീട്ട മൂക്കുണ്ടായിരുന്നു തോന്നുന്നു. നമ്മൾ ആദ്യം കണ്ടതിൽ മൂക്ക് വേണോ? അയ്യോ പോയി. രണ്ട് കണ്ണിന് രണ്ട് വലിപ്പം സല്ല. മൂക്കുണ്ടേ. മൂക്ക് ഇങ്ങനത്തെ ഒരു സാധനം നിക്കണ്ടേ മൂക്കിന്? അല്ല എന്തായാലും കാണിക്കേ. മൂക്കാണല്ലേ? രണ്ട് കാലും കൂടെ വെച്ചു. അല്ല കൊമ്പ് മതി, കാല് വേണ്ട. കൊമ്പെല്ലാം കൂടെ കുഞ്ഞു തലയിൽ ഇരിക്കുമെന്നുള്ളതിൽ ഡൗട്ടുണ്ട്. കുഞ്ഞു കൊമ്പ് വെച്ചു. സ്നോമാൻ റെഡി ആയിരിക്കുകയാണ്. ഈ സ്നോമാൻ്റെ മറ്റേ ചങ്കിൽ എന്തെങ്കിലും മറ്റേ ഷർട്ടിന് ബട്ടൺസ് വല്ലതും കൊടുക്കണോ? കല്ലുണ്ടോ? അല്ലെങ്കിൽ ഇതിൻ്റെ തൊലി കൊടുത്താലോ? തേക്കിൻ്റെ തൊലി. തേക്കാണോ എന്ത് മരാന്നറിയില്ല. ബട്ടൺസ് ആണ് ഉദ്ദേശിച്ചത്. പോയി ബട്ടൺസ് പോയി. കല്ല് വെക്കണം. കല്ല് ആ ബാഗിലല്ലേ കാണിച്ച്? ഇത് ഞാൻ സൂക്ഷിക്കാനെടുത്ത എൻ്റെ കല്ലായിരുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, സ്നോമാൻ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ മഞ്ഞ് മനുഷ്യൻ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. മണാലിയിൽ മഞ്ഞ് മനുഷ്യനെ ഉണ്ടാക്കിയ ആദ്യത്തെ കപ്പിൾ വേറെ ആരെങ്കിലും ആയിരിക്കും. ഇത് ഞങ്ങൾ വന്ന സ്ഥിതിക്ക് എന്തായാലും ഒരെണ്ണം ഉണ്ടാക്കിയാണ് വീണ്ടും പോയി. ഓക്കെ, ഹായ്. സ്നോമാനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, അങ്ങനെ ഞങ്ങൾ സ്നോമാൻ്റെ കൂടെ ഒരു പേര് കൂടി എഴുതിയിരിക്കുകയാണ്. നോക്കൂ, ഈ മോളിൽ നോക്ക്. നോക്കൂ. ഓക്കെ, സെറ്റല്ലേ? ഞങ്ങൾ മഞ്ഞ് മനുഷ്യനും പേരും ഒരു വീടും ഉണ്ടാക്കിയിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ഈ മഞ്ഞ് മനുഷ്യനെ വീടും പേരൊഴിക്കുക ബാക്കിയുള്ളവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ബാക്കിയുള്ളവർക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ അവരെടുക്കട്ടെ അല്ലേ? അപ്പോൾ ഞങ്ങളുടെ മഞ്ഞ് മനുഷ്യൻ ഇവിടെ ഏകദേശം റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം പരിചയപ്പെടുത്തിക്കൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇനി വേറെ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു നമ്മുടെ മഞ്ഞ് മനുഷ്യനെ. എന്തായാലും ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഓക്കെ.